ഹലോ എവരിവൺ. ഇപ്പോൾ ഞാൻ എവിടേക്കാണ് പോകാൻ പോകുന്നതെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം സവാതി ബീച്ചിൽ പോയപ്പോൾ പറഞ്ഞില്ലേ ബോട്ടിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ബോട്ടിങ്ങിന് വേണ്ടി മാത്രം ഒരു പ്ലേസിലേക്ക് പോവാണ്. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് റുവിയിലുള്ള ഒരു കോഴിക്കോടൻ റെസ്റ്റോറൻറ്റിൽ കയറി അന്നത്തെ സ്പെഷ്യൽ ബിരിയാണിയും പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ പോവാണ്. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു 2 മണിക്കൂറോളം ഉണ്ട് കേട്ടോ ഈ പ്ലേസിലേക്ക് ട്രാവലിങ്. കന്തപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ബോട്ടിംഗ് ആണ് അവിടുത്തെ സ്പെഷ്യൽ. പോകുന്ന വഴിയൊക്കെ അടിപൊളി വ്യൂ ആണ്. ഒരു സ്ഥലത്ത് നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ് അടുത്ത പ്ലേസ്. അതുകൊണ്ട് നമുക്ക് വണ്ടിയിലിരുന്ന് പോയാലും ഒട്ടും ബോറടിക്കില്ല. അത്രയ്ക്ക് അടിപൊളി വ്യൂ ആയിരുന്നു. ഞങ്ങളിത് ഈ ഭാഗത്തൊക്കെ കുറേ ഡോങ്കീസിനെയൊക്കെ കണ്ടു, വഴിയിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സലിംകുമാർ പറയുന്ന പോലത്തെ അവസ്ഥയായിപ്പോയി. വെള്ളമില്ലാത്തതുകൊണ്ട് വള്ളംകളി മാറ്റിവെച്ചു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായിപ്പോയി. ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല ബോട്ടിങ്ങിന്. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞത് ഗന്ധബ് ഹിൽ ടോപ്പിൻ്റെ താഴെയുള്ള ബീച്ചിൽ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് ഹിൽ ടോപ്പിൽ വന്നേക്കുവാണ്. ഈ കാണുന്ന ബീച്ചിലാണ് കേട്ടോ ബോട്ടിംഗ് ഉള്ളത്. അങ്ങനെ ഒരു 3-3:30 സമയമായി കാണും. പക്ഷെ നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധികം നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് പോകാനുള്ളൊരു പ്ലാനിലായിരുന്നു. ഇതിൻ്റെ താഴത്തേക്ക് ഇറങ്ങുക എന്നുള്ളതായിരുന്നു കേട്ടോ എനിക്ക് വലിയൊരു ടാസ്ക്. ഇറങ്ങാനും അതുപോലെ തന്നെ തിരിച്ച് കയറി വരാനും നല്ല ടഫായിരുന്നു. ചില വണ്ടികൾ മാത്രമേ താഴത്തേക്ക് ഇറങ്ങുള്ളൂ. ഈ കാണുന്ന മഷ്റൂം റോക്ക് ഉണ്ടല്ലോ, ഇതിൻ്റെ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തത്. ബോട്ടിംഗ് ഒക്കെ നല്ല സൂപ്പറായിരുന്നു, നല്ല സ്പീഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കാണുന്ന ഗുഹയുണ്ടല്ലോ, ഈ ഗുഹയിൽ നല്ല വെള്ളമുള്ള സമയത്ത് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും എന്നാണ് ആ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ ഒരു 10-15 മിനിറ്റോളം ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറേ മീനിനെയൊക്കെ കണ്ടു, ഫുഡൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒന്നും വെള്ളത്തിലെറിയാൻ കിട്ടാഞ്ഞത് കൊണ്ട് എൻ്റെ കുട്ടി തലയിൽ ക്ലിപ്പ് തന്നെ വലിച്ച് വെള്ളത്തിലിറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് മീനിനോട് തിരിച്ചു തരാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.